കൃഷ്ണ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചന്ദ്രവംശ പരമ്പരകളുടെ ഒരു തുടർ ഭരണത്തെക്കുറിച്ചാണ് കണ്ടത്. പുരൂരവസും പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ ആയുസും പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ നഹുഷനും രാജ്യഭരണം ഏറ്റെടുത്തു. നഹുഷൻ സദ്ഗുണിയായ ഒരു രാജാവായിരുന്നു. പാർവതി പരമേശ്വരന്മാരുടെ പുത്രിയായ അശോകസുന്ദരിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം 1000 അശ്വമേധ യാഗങ്ങൾ നടത്തി ഇന്ദ്രപട്ടവും കരസ്ഥമാക്കി. പക്ഷേ എത്ര സദ്ഗുണിയായിരുന്നാലും ഭോഗാസക്തിയും കാമാസക്തിയും ഒരാളിൽ വന്നു ചേർന്നാൽ അവൻ ദുർഗുണിയായിത്തീരും. ഇന്ദ്രാണിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നഹുഷൻ അവളെ പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഗുരുവായ ബൃഹസ്പതിയോട് കൂടിയാലോചിച്ച് ഇന്ദ്രാണി ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു മാർഗം കണ്ടെത്തി. സപ്തർഷികളെ കൊണ്ട് ചുമപ്പിക്കുന്ന ഒരു പല്ലക്കിൽ തന്റെ അടുത്ത് വന്നാൽ താൻ നഹുഷന് വശംവതിയാകാമെന്ന് ഇന്ദ്രാണി സമ്മതിച്ചു. അങ്ങനെ സപ്തർഷികളോട് നഹുഷൻ പറഞ്ഞു തന്നെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് ഇന്ദ്രാണിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. ഇന്ദ്രസ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൽപ്പിച്ചതിനാൽ സപ്തർഷികൾ അത് നിരാകരിച്ചില്ല. അങ്ങനെ അവർ പല്ലക്കം ചുമന്നുകൊണ്ട് നടക്കുവാൻ തുടങ്ങി. അഗസ്ത്യമുനി പൊക്കം കുറവായിരുന്ന ഒരു മുനിയായിരുന്നതിനാൽ പല്ലക്കം ചുമന്നുകൊണ്ട് മന്ദം മന്ദം നടക്കുകയായിരുന്നു. പാമ്പിഴയുന്നത് പോലെയാണോ പല്ലക്ക് ചുമക്കുന്നത് എന്നും പറഞ്ഞ് നഹുഷൻ അഗസ്ത്യമുനിയുടെ പുറത്തിരട്ടം നോക്കി ഒരു ചവിട്ട് കൊടുത്തു. കോപാക്രാന്തനായ അഗസ്ത്യമുനി നഹുഷനെ ശപിച്ചു. കാമാസക്തിയും ഭോഗാസക്തിയും മൂലം അന്ധനായി തീർന്ന നീ ഒരു പെരുമ്പാമ്പായി തീരട്ടെ. അങ്ങനെ നഹുഷൻ ഉടൻ തന്നെ ഒരു പെരുമ്പാമ്പായി മാറി. അഗസ്ത്യമുനിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ദ്വാപര യുഗത്തിൽ ഭീമസേനന്റെ സ്പർശത്താൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞ അഗസ്ത്യമുനി ശാപമോക്ഷവും നൽകി. നഹുഷ ചരിതം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് നഹുഷപുത്രനായ യയാതിയുടെ ചരിത്രം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.